ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിനെയും അതുപോലെ തന്നെ അർജുനെയും കുറിപ്പ് അങ്ങനെ എല്ലാവർക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിയ പോലെ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് മടങ്ങുന്നുണ്ട്. അതിനുശേഷം അർജുനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറി പോവാണ്. അഞ്ജലിക്കും അർജുനോട് വല്ലാത്തൊരു ദേഷ്യമാട്ടോ. അർജുൻ തന്നോട് മനഃപൂർവ്വം തെറ്റ് ചെയ്തു, തന്നെ മനഃപൂർവ്വം പറ്റിച്ചു, ചതിച്ചു എന്നൊക്കെയാണ് അഞ്ജലിയുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അഞ്ജലി അർജുനെ ദേഷ്യത്തിൽ നോക്കാണ്. അർജുൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം അർജുൻ ആകെ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഞ്ജലി എന്താ എങ്ങനെ തന്നെ ഒരു വിധത്തിലും വിശ്വസിക്കുന്നില്ലല്ലോ, താൻ ഒരുപാട് നുണ പറഞ്ഞു. അതിനുള്ള റീസണും അഞ്ജലി എടുത്ത് പറഞ്ഞിരുന്നു. അഞ്ജലിനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് താൻ ഇങ്ങനെ നുണ പറയേണ്ടി വന്നത് എന്നുള്ള കാരണസഹിതം തന്നെ അഞ്ജലി എടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടും തന്നോട് ഒരു തരത്തിലും ഒരു 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 ശതമാനം പോലും വിശ്വാസം അഞ്ജലിക്കില്ല എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് അർജുൻ കേട്ടോ. അർജുൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ഉണ്ണി വരുന്നുണ്ട്. എടാ മോനെ അർജുനെ, ചെറിയച്ച, എടാ അവള് നിന്നെ വിശ്വസിക്കുന്നില്ല, അത് പ്രശ്നം തന്നെയാണ്. ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, നിന്റെ പേര് പോലും നീ അവളോട് മാറ്റിയല്ലേ പറഞ്ഞത്. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടായിരിക്കൂടെ നിന്നോട് ഇപ്പൊ ചെറിയ വിശ്വാസമൊക്കെ തോന്നാത്തത്. അതൊന്നും ഓർത്ത് നീ ഒരു തരത്തിലും ടെൻഷനൊന്നും ആവണ്ട. നിന്നെ സ്നേഹിച്ച പെൺകുട്ടിയല്ലേടാ, അത് നിന്റെ ഭാര്യയാണ്, നിന്നെ വിശ്വസിക്കൂടാ. അതിന് കുറച്ച് സമയം കൊടുക്ക്, അവളൊന്ന് ഓക്കെ ആവട്ടെ എന്ന് പറയാണ്. അതുവരെ നീ ഒന്ന് അടങ്ങ്, അവളോട് കൂടുതലൊന്നും സംസാരിക്കാൻ പോകണ്ട. നീ എന്ത് സംസാരിക്കാൻ പോയാലും അവൾക്ക് തോന്നുന്നത് നീ അവളെ ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വീണ്ടും നുണ പറയണമെന്നായിരിക്കും അവളുടെ വിശ്വാസം. അതുകൊണ്ട് അവളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. നീ കുറച്ച് സാവധാനം കൊടുക്ക്. നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നീ ടെൻഷനൊന്നും ആവണ്ട. എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും നിന്നെ അഞ്ജലിനെ ഇങ്ങോട്ട് കയറ്റിയല്ലോ ഏട്ടൻ, അതന്നെ വലിയ കാര്യമായിട്ട് വിചാരിക്കേ. അതേ ഏട്ടൻ്റെ വലിയ പ്ലാനും കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും നമുക്കിപ്പോൾ ആലോചിക്കണ്ടേ, ഇവിടെ കയറി പറ്റുക, അത് ചെയ്തല്ലോ, അതന്നെ വലിയ കാര്യമാടാ. നീ ടെൻഷനൊന്നും ആവല്ലേ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനുണ്ണി അവിടെ നിന്ന് പോവാണ്ട്. അർജുനാണെങ്കിൽ ആകെ വിഷമമാട്ടോ. കാരണം അഞ്ജലി ആകെ ബാൽക്കണി പോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കണം, ആരോടും മിണ്ടുന്നില്ല. ആകെ വിഷമവും ദേഷ്യവും എല്ലാം കൂടി വെച്ച ഒരു അവസ്ഥ കേട്ടോ. അങ്ങനെ അർജുൻ വിചാരിക്കണം അഞ്ജലിയുടെ അടുത്ത് ഒന്നും കൂടി മനസ്സ് തുറന്ന് സംസാരിക്കാം. താൻ നിരപരാധിയാണ്, താനൊരു തെറ്റും ചെയ്തിട്ടില്ല. അഞ്ജലിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് മുമ്പ് കുറച്ച് കള്ളം പറഞ്ഞു, ആ കള്ളം അതോടെ തീർന്നു. പിന്നെ താൻ കള്ളം അഞ്ജലിയുടെ അടുത്ത് പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ ചെയ്തിട്ടോ ഇല്ല. അതൊന്നും കൂടി അർജുൻ അഞ്ജലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ അഞ്ജലിയുടെ അടുത്തേക്ക് പോവാട്ടോ. അഞ്ജലി ആണെങ്കിൽ മുകളില് ബാൽക്കണിയിൽ അങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഘവനുണ്ണി പറഞ്ഞ കാര്യം, അർജുൻ പറഞ്ഞ കാര്യം, ഇപ്പതേ കുറിപ്പ് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ് അഞ്ജലി. അഞ്ജലിയുടെ അടുത്തേക്ക് നമ്മുടെ അർജുൻ വരുന്നുണ്ട്. അഞ്ജലി, എന്താ? അല്ല, എനിക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ ഞാൻ ചോദിക്കുമ്പോഴേക്കും, എനിക്ക് ഒരു ദേഷ്യമില്ല, ഞാനല്ലേ വിഡ്ഢി, ഞാനല്ലേ മന്ദബുദ്ധി, എന്തായാലും എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു, നന്നായിട്ട് അഭിനയിച്ച് തകർത്തു. അർജുൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സ്വന്തം പേര് പോലും കള്ളം പറഞ്ഞു, എല്ലാം ഞാൻ ക്ഷമിച്ചു. എന്തൊക്കെ പറയാലും താൻ എൻ്റെ ഭർത്താവാണല്ലോ എന്നൊരു പരിഗണന കൊണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് വേറെ കുറെ കഥകൾ കൂടി ഞാൻ അറിഞ്ഞത്. എല്ലാത്തിനും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയണത് അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയാണെന്നുള്ള സത്യം. എടോ, തനിക്ക് എൻ്റെ അച്ഛനെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ? എടോ, താൻ കൂടുതൽ വെച്ച് തന്നെ എൻ്റെ അച്ഛനെ തനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ? ജയിക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും അച്ഛൻ പറയും. എടോ, അതുപോലെ പറഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണിത്. എന്നിട്ട് എന്തുകൊണ്ട് അർജുൻ്റെ വീട്ടുകാർ അതൊന്നും തിരിച്ചു പറയാതിരുന്നത്? അർജുനെ സപ്പോർട്ട് ചെയ്യണ ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിടല്ലോ, അവരാരും ആ സമയത്തൊന്നും മിണ്ടിയില്ലല്ലോ. എനിക്ക് മനസ്സിലായി അർജുനെ. രാഘവൻ ഉണ്ണി എന്ന് പറഞ്ഞ ആ കൊടും ക്രിമിനൽ വക്കീൽ പറഞ്ഞ വക്രബുദ്ധിയിലുണ്ടായ ഒരു ഐഡിയയാണ് അർജുൻ്റെ അടുത്തേക്ക് അവർ പറഞ്ഞത്. ശരിയായിരിക്കും, അയാൾ പറഞ്ഞ ഐഡിയയിൽ അർജുൻ എന്നെ വളയ്ക്കാനൊക്കെ നോക്കി. പിന്നീട് എപ്പോഴൊക്കെയോ എന്നോട് ചെറിയൊരു ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. എൻ്റെ ദൈവമേ, താൻ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? താൻ എങ്ങനെയാ പറഞ്ഞ് ഞാനൊന്ന് തിരുത്താ? താൻ എന്താണ് ഇങ്ങനെ ഇത്രയൊക്കെയായിട്ട് തനിക്ക് എന്താ എന്നെ മനസ്സിലാവാത്തത്? ഇല്ല, ഒരിക്കലും മനസ്സിലാവില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കൂല. താൻ എന്നോട് ചെയ്തത് വലിയൊരു ചതിയാണ്, അതിനെ ഒരിക്കലും മറക്കില്ല. താനും എൻ്റെ ചേച്ചിയും ആ രാഘവനുണ്ണിയും ആ കുറിപ്പൊക്കെ ചേർന്നൊരിക്കൽ വലിയ ചതിയിലേക്ക് ഞാൻ വന്ന് വീഴുമായിരുന്നു. എനിക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, എന്നെ വീട്ടുകാർ നടതള്ളിയല്ലോ. ഇനി ഞാൻ എങ്ങോട്ടേക്കാണ് പോണത്? എവിടെയും പോയി നിൽക്കാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും എനിക്കില്ല. പിന്നുള്ളത് ആത്മഹത്യ മാത്രമാണ്. ഞാനൊരു ഭീരുവല്ല ആത്മഹത്യ ചെയ്യാനായിട്ട്. ആകെയുള്ളത് ഒരേ ഒരു ജീവിതമാണ്, അത് ഞാൻ ജീവിച്ച് തന്നെ തീർക്കും, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകാണ്. അർജുന ആകെ വിഷമമാട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് രാഘവനുണ്ണി
രാഘവനുണ്ണി അപ്പറെ നിൽക്കുന്നുണ്ടായിരുന്നു. രാഘവനുണ്ണിക്ക് ചിരി വരണം. ആഹാ, രണ്ടുപേരും കല്യാണം കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്കും പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ, അതും വിശ്വാസത്തിന് പുറത്തുള്ള പ്രശ്നങ്ങൾ. ഇത് വലിയ പ്രശ്നം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന രാഘവനുണ്ണി അർജുനെയും കാത്ത് താഴെ നിൽക്കാട്ടോ. അർജുൻ താഴേക്ക് വരുമ്പോൾ അർജുനോട് രാഘവനുണ്ണി പറയണ്ട്, എടാ മോനെ അർജുനെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് അവളെ പ്രണയിച്ചതെന്ന്. അത് ഞാൻ പറഞ്ഞൊരു കള്ളമാണ്. പക്ഷേ ആ ഒരു ചെറിയ കാര്യം പറഞ്ഞപ്പോഴേക്കും അവൾ നിന്നെ അവിശ്വസിച്ചില്ലോടാ. നിങ്ങളുടെ സ്നേഹം ഇത്രയേ ഉള്ളൂ, അവൾക്ക് നിന്നോടുള്ള വിശ്വാസം ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് ശരിക്കും പറയാം, അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സംശയമാണ്. അവളൊരു സംശയ രോഗിയായിട്ട് മാറിക്കഴിഞ്ഞൂടാ. ഇന്ന് നിങ്ങളുടെ ജീവിതം ഒരിക്കലും പച്ച പിടിക്കാൻ പോകുന്നില്ല. ഒരു ദാമ്പത്യ ബന്ധത്തിന് എന്താണ് അടിസ്ഥാനമായിട്ട് വേണ്ടത് നിനക്കറിയാവോ? പണവോ സ്വർണോ പഠിപ്പോ ഒന്നുമല്ല, അതിന് വേണ്ടത് വിശ്വാസമാണ്. പരസ്പര വിശ്വാസം. അതുണ്ടെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. നീ കണ്ടിട്ടില്ലേ എത്രയൊക്കെ ആൾക്കാരാണ് ഈ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ പരസ്പരം കൊല ചെയ്തും ഡിവോഴ്സ് ചെയ്തും അങ്ങനെ അങ്ങനെ പല പല കേസുകൾ കോടതിയിൽ വരുന്നതെന്ന് അറിയാവോ? എല്ലാത്തിന്റെ അടിസ്ഥാനം ഈ വിശ്വാസം തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആ വിശ്വാസമാണ് ആ അഞ്ജലിക്ക് ഇപ്പൊ നിന്നോട് നഷ്ടപ്പെട്ടത്. ഇനി നീ എന്തൊക്കെ തലകുത്തി മറഞ്ഞാലും അവള് നിന്നെ വിശ്വസിക്കില്ല. നിന്റെ ദാമ്പത്യ ജീവിതം തീർന്നുട മോനെ. ഹോ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ, നീ ആ തെരഞ്ഞെടുത്ത ജീവിതമല്ലേ, നീ തന്നെ അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. അർജുനും ഭയങ്കര വിഷമമുണ്ട്, ദേഷ്യമുണ്ട്. കാരണം അഞ്ജലി എന്തിനാണ് തന്നെ ഇങ്ങനെ മാത്രം അവിശ്വസിക്കുന്നത് എന്നാലോചിച്ചിട്ട് അഞ്ജലി എടുത്ത് ഒരു പ്രാവശ്യം കൂടി സംസാരിക്കാൻ വേണ്ടി അർജുൻ തീരുമാനിക്കുകയാണ്. വീണ്ടും അഞ്ജലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അഞ്ജലി, എനിക്ക് തന്നോട് അവസാനമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. താൻ ഇപ്പൊ തന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരണം. എൻ്റെ അച്ഛൻ പറഞ്ഞതൊക്കെ വെറുതെയാണെന്നും അതൊക്കെ വെറുതെ ഒരു അച്ഛനായിട്ട് ഉണ്ടാക്കിയ തിരക്കഥ നാടകമാണെന്നുള്ള കാര്യം ഞാൻ തന്നെ മുമ്പിൽ തെളിയിക്കാം. ഓഹോ, പുതിയ നാടകമാണോ? ആരാ ഈ നാടകത്തിന്റെ തിരക്കഥാകൃത്ത്? രാഘവനുണ്ണിയാണോ? അഭിനയിക്കുന്നത് അർജുൻ അല്ലേ എന്ന് പറയാണ്. എടോ, താൻ എന്താണോ ഇങ്ങനെ? ദേ അഞ്ജലി, മനുഷ്യന് ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. താനത് ഇപ്പൊ അതിര് കടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും, ഓഹോ, അതിര് കിടന്ന അർജുൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? എന്നെ അടിച്ച് പുറത്താക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, എനിക്കിപ്പോ അർജുനിൽ ഒരു തരി വിശ്വാസം പോലില്ല. താനും തൻ്റെ കുടുംബം മുഴുവൻ ചതിയന്മാര് എന്നൊക്കെ പറയുമ്പോൾ അർജുന ദേഷ്യം വേണം. ശരിയാ, ചതിയന്മാരാ, തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? താൻ പോയി പണി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുന ദേഷ്യം വന്നിട്ട് അകത്ത് കയറി പോവാട്ടോ. അതൊക്കെ കേട്ട് അഞ്ജലി പൊട്ടിക്കരയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അനുപമ അപ്പറെ നിൽക്കണ്ട്. ഹാഹാ, അടിപൊളി. ഇവറ്റകളുടെ വഴക്ക് കേൾക്കാൻ പോലും എന്താ ഒരു രസം, എന്താ ഒരു സന്തോഷം. ഓ, ഈ സന്തോഷം എന്നും ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടണേ ഈശ്വര. രണ്ടുപേരും അടിച്ച് തല്ലി പിരിയണേ ഭഗവാനെ. ഇതൊക്കെ കാണാൻ തന്നെ എന്തൊരു കണ്ണിനെ കുളിർമയാ എന്നൊക്കെ അനുപമ വിചാരിക്കാണ്. കരയടി, നീ നന്നായിട്ട് കരയേ. നീ തെരഞ്ഞെടുത്ത ജീവിതമല്ലേ. എന്തായി ഇപ്പം? രണ്ടുപേരും വിശ്വാസമില്ലാതെ പരസ്പരം തമ്മിലടിക്കണ കാണാൻ നല്ല ചന്തമുണ്ട്. ഇനി കലാപരിപാടികളൊക്കെ ദിവസവും കാണാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സന്തോഷത്തിലാണ് നമ്മുടെ അനുപമാട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.